Hi guys, welcome to Shang's Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCCBനെ കുറിച്ചിട്ടാണ്. ഓക്കെ, RCCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഓക്കെ, നമുക്ക് ഷോക്ക് വരുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവുന്ന അല്ലെങ്കിൽ കട്ട് ഓഫ് ആവുന്ന ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് RCCB. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ രണ്ട് ടൈപ്പ് വരുന്ന ഒരെണ്ണം 2 പോളാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ന്യൂട്രും ഫേസും ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് N എഴുതിയിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്യണം, ലൈൻ ഇവിടെ കണക്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഇവിടെയുണ്ട് N. ഓക്കെ, ന്യൂട്രൽ കണക്ട് ചെയ്യണം, ലൈൻ കണക്ട് ചെയ്യണം. ഇവിടെ ഇൻപുട്ട് വരും. ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈപ്പാസ് ആവും, ഇതിനകത്തേക്ക് ഔട്ട് പോവും, ന്യൂട്രൽ ഫേസ്. അതേപോലെ തന്നെ ഇൻപുട്ട് നമ്മുടെ മീറ്ററിൽ നിന്ന് വരുന്ന KCB മീറ്റർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ന്യൂട്രൽ ഫേസ്. ഇത് സിംഗിൾ ഫേസിൻ്റെയാണ്, അതുകൊണ്ട് ഇത് 2 പോളേ ഉള്ളൂ, 2 കണക്ഷൻസേ ഉള്ളൂ. ഇത് 4 പോളാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ന്യൂട്രൽ ഇവിടെയാണ് ഇൻപുട്ട് വരിക, ഇവിടെയാണ് ഔട്ട്പുട്ട് വരിക, ന്യൂട്രൽ. അതേപോലെ 3 ഫേസിൻ്റെ ഇൻപുട്ട് ഇവിടെ താഴെ വരും, അതിൻ്റെ ഔട്ട്പുട്ട് ടോപ്പിൽ വരും. ഓക്കെ, ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ലൈവ് ആവും. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ രണ്ടിനും ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പണ്ട് കേട്ട് കാണും, ഒരു ELCB ആണോ RCCB ആണോ നല്ലത്, എന്താണ് അതിൻ്റെ ഡിഫറൻസ്, ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, നമുക്ക് എന്താണ് എക്സാക്ട്ലി ELCBയും RCCBയും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ELCBയും RCCBയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ELCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. RCCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, ഈ ELCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്ന ELCB ആയിരുന്നു. അപ്പോൾ അതൊരു വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസാണ്. ഓക്കെ, അതായത് അതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫേസ് ഉണ്ടാവും, പിന്നെ നമുക്കൊരു എർത്തിൽ നിന്നുള്ളൊരു വയർ ഉണ്ടാവും. നമ്മുടെ ഡിവൈസിൽ നിന്ന് ഒരു അഡീഷണൽ വയർ വേണ്ടി വരും ഈ ELCB വരെ. അപ്പോൾ എർത്തിനകത്തേക്ക് കണക്റ്റഡ് ആയിരിക്കും ELCBയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, എർത്ത് ലൈൻ്റെയും വേറൊരു എർത്ത് ലൈനിൻ്റെ വോൾട്ടേജ് ഡിഫറൻസിലാണ് ഇത് ട്രിപ്പ് ആവുന്നത് ELCB. അതേസമയം RCCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആണ്, അത് കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസാണ്. ഓക്കെ, അതിൻ്റെ ട്രിപ്പ് ആവുന്ന നമുക്ക് അതിനകത്ത് റേറ്റഡ് കറണ്ട് ഉണ്ട്. ആ റേറ്റഡ് റെസിഡ്യുവൽ കറണ്ട് വരെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പ് ആവും. ഓക്കെ, ഇത് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ആണ്, അതായത് രണ്ട് ലൈനിന് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഒരു 50 വോൾട്ട് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എർത്ത് കണക്റ്റഡ് ആയിരിക്കണം ELCBയിലേക്ക്. ഓക്കെ, അതേസമയം RCCBയിലും നിങ്ങൾക്ക് എർത്ത് കണക്റ്റഡ് ആവണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഫേസും ന്യൂട്രലും മാത്രം കണക്ഷൻ മതി. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അഡീഷണൽ വയറിങ് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് എർത്തിൻ്റെ വയർ ഡയറക്റ്റ് നമ്മുടെ ELCBയിലേക്ക് വലിക്കേണ്ടി വരും, അഡീഷണൽ വയറിങ് വേണ്ടി വരും. ഇതിനകത്ത് അഡീഷണൽ വയറിങ് വേണ്ട, നിങ്ങൾക്ക് ഫേസും ന്യൂട്രലും ഡയറക്റ്റായിട്ട് DB ബോർഡിലെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇതിൻ്റെ പല ലിമിറ്റേഷൻസ് കാരണം യൂസ് ചെയ്യാറില്ല. RCCB ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതും RCCB ആണ്. 2 പോളും 4 പോളും സിംഗിൾ ഫേസും 3 ഫേസിനും യൂസ് ചെയ്യുന്ന RCCB. ഓക്കെ, ഇനി നമുക്ക് ഈ RCCBയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. നമുക്ക് ഈ RCCBയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് പറയാം ആദ്യം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എർത്ത് ലീക്കേജ് ആൻഡ് റെസിഡ്യുവൽ കറണ്ട് പ്രൊട്ടക്ഷനാണ് ഉള്ളത്. ഓക്കെ, അതായത് ഫേസും ന്യൂട്രലും കറണ്ട് ഡിഫറൻസ് വരുവാണെങ്കിൽ ഈ RCCB ട്രിപ്പ് ആവും. ഓക്കെ, അത് നമ്മുടെ റേറ്റഡ് റെസിഡ്യുവൽ കറണ്ട് എന്താണോ നമ്മുടെ RCCBയുടെ സ്പെസിഫിക്കേഷൻ അതനുസരിച്ച് ട്രിപ്പ് ആവും. ഇപ്പോൾ നമ്മുടെ സിംഗിൾ ഫേസ് RCCB എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് 40 ആംപിയർ വരെ കറണ്ട് സപ്പോർട്ട് ചെയ്യും. 30 മില്ലി ആംപിയർ ആണ് ഇതിൻ്റെ റെസിഡ്യുവൽ കറണ്ട്. അപ്പോൾ 30 മില്ലി ആംപിയറിൻ്റെ വരെ ലീക്കേജിന് ട്രിപ്പ് ആവില്ല. 30 മില്ലി ആംപിയർ ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി
ഇതിങ്ങനെ ട്രിപ്പാവും. ഓക്കെ, അതാണ് അപ്പോൾ എർത്ത് ലീക്കേജ് ആൻഡ് റെസിഡ്വൽ കറണ്ടിന് ട്രിപ്പാവുന്ന കേസ് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെസ്റ്റ് ബട്ടൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു എവ്രി മന്ത് കണ്ടോ ടെസ്റ്റ് വൺസ് എ മന്ത് ഈ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ELCB ഇതേപോലെ ട്രിപ്പാവും. ഓക്കെ, അത് നിങ്ങൾക്ക് എവ്രി മന്ത് ടെസ്റ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ട്രിപ്പ് ആവുന്നുണ്ടോ, ELCB വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഷോക്ക് അടിക്കുവാണ് ഈ പറയുന്നത്. റെസിഡ്വൽ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഷോക്ക് അടിക്കുവാണ്, അപ്പോഴത്തേക്കും 30 മില്ലി ആംസിനുള്ളിൽ അത് ട്രിപ്പാവും. അതാണ് എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്, ഒരു RCCBയുടെ പ്രൊട്ടക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയ്സൻസ് ട്രിപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ലോഡിൻ്റെ നല്ല വേരിയേഷൻ വരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ പഴയ അപ്ലയൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ ചെറിയൊരു ലീക്കേജ് കറണ്ട് പെട്ടെന്ന് ഉണ്ടാവും, അത് എർത്തിലേക്ക് പാസ്സാവും. അപ്പോഴത്തേക്കും നമ്മുടെ RCCB ട്രിപ്പാവും. നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യുക, ഇതിപ്പോൾ നോർമലായിട്ട് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ഓഫായി, അതായത് KCBയുടെ കണക്ഷൻ കംപ്ലീറ്റ് ഓഫായി, ഇലക്ട്രിസിറ്റി സപ്ലൈ ഓഫായി, പിന്നെയും പെട്ടെന്ന് സപ്ലൈ വരുവാണ്. അങ്ങനെ പെട്ടെന്ന് സപ്ലൈ വരുമ്പോഴത്തേക്കും ആ ഇലക്ട്രിക്കൽ ലോഡിന് വേരിയേഷൻ വരും. ഇലക്ട്രിക്കലിന് വേരിയേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെറിയൊരു ലീക്കേജ് കറണ്ട് വരും. അപ്പോൾ ഓൺ ദി സ്പോട്ട് RCCB ട്രിപ്പാവും. ഇതിനാണ് നോയ്സൻസ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ട്രിപ്പാവണ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഉള്ള ഫേസ് ടു ഫേസും ഫേസ് ടു ന്യൂട്രും കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ RCCB ട്രിപ്പ് ആവില്ല. അതായത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം, ഒരു ഡയഗ്രാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ എർത്തിലേക്ക് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ട്രിപ്പ് ആവുള്ളൂ. ഇപ്പോൾ ഫേസ് ടു ന്യൂട്രൽ സാധാരണ നമ്മുടെ കറണ്ട് പോണതിന് ഇത് ട്രിപ്പ് ആവാറില്ല, കാരണം രണ്ടും ബാലൻസ്ഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോക്ക് അടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫേസ് ടു ഫേസിലേക്ക് ടച്ച് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ത്രൂ കറണ്ട് ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് ടു ന്യൂട്രലിലേക്ക് ടച്ച് ചെയ്യുക, നിങ്ങൾ ത്രൂ കറണ്ട് ഫ്ലോ ചെയ്യുക, എർത്തിലേക്ക് ലീക്കേജ് പോകുന്നില്ല എങ്കിൽ ELCB RCCB ട്രിപ്പ് ആവില്ല. വളരെ റെയർ കേസാണ്, എന്നിട്ടുണ്ടെങ്കിലും അത് ട്രിപ്പ് ആവില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടും ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും ഇല്ല. റെസിഡ്വൽ കറണ്ടിൻ്റെ ഡിഫറൻസിന് മാത്രമേ നമ്മുടെ RCCB ട്രിപ്പ് ആവുള്ളൂ. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടും ഓവർ കറണ്ട് പ്രൊട്ടക്ഷനൊക്കെ യൂസ് ചെയ്യണത് നമുക്ക് MCB ആണ്. നമുക്ക് ഇനി എൻ്റെ പ്രൊട്ടക്ഷൻ നോക്കാം. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ നമുക്ക് RCCBയിലില്ല. ഓക്കെ, നമുക്ക് MCBയിലാണ് ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ നമുക്ക് RCCBയിലില്ല, MCBയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ RCCBയിലാണ്. MCBയിൽ ജസ്റ്റ് ഒരു ഫേസ് വയറിൻ്റെ കണക്ഷൻ മാത്രമേ ഉള്ളൂ, ലൈവ് വയറിൻ്റെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അത് കാരണം എർത്ത് ലീക്കേജിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. ഇലക്ട്രിക് ഷോക്ക് പ്രൊട്ടക്ഷൻ RCCBയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCCB ഇൻസ്റ്റാൾ ചെയ്യണം, MCB ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഔട്ട്സൈഡിൽ അല്ലെങ്കിൽ മീറ്ററിൽ നിന്ന് വരുന്ന KCB മീറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് ഒരു ഐസൊലേറ്റർ വയ്ക്കുക. ഐസൊലേറ്റർ നിങ്ങൾക്ക് നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ കംപ്ലീറ്റ് കണക്ഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് മുകളിൽ കാർഡ് സൈഡ് കൊടുക്കാം ഞാൻ. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ എൻ്റെ കണക്ഷൻസ് എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഐസൊലേറ്ററിന് നമ്മൾ RCCB കണക്ട് ചെയ്യുക, RCCBയിൽ നിന്ന് നമ്മൾ MCB കണക്ട് ചെയ്യുക, MCBയിൽ നിന്ന് നമ്മൾ ലോഡ്, അതായത് സ്വിച്ചസ്, സോക്കറ്റ്, ഫാൻ എല്ലാം നിങ്ങളുടെ കംപ്ലീറ്റ് ലോഡിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ സോക്കറ്റിലും സ്വിച്ചിലും ഏതെങ്കിലും ഓവർലോഡോ ഓവർ കറണ്ടോ ഷോർട്ട് സർക്യൂട്ടോ വരുന്നുണ്ടെങ്കിൽ MCB ട്രിപ്പ് ആവും. ഓക്കെ, കാരണം RCCBക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, നിങ്ങൾ RCCBയിലേക്ക് ഡയറക്റ്റ് കൊടുക്കരുത്, MCB ത്രൂ മാത്രം RCCBയിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ MCB ട്രിപ്പ് ആവും. പിന്നെ എർത്ത് ലീക്കേജ് കറണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും RCCB ട്രിപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും.
കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് RCCB MCB ഇൻസ്റ്റാൾ ചെയ്യണം. ഇതേപോലെ തന്നെ മെയിൻസിൽ നിന്ന് ഐസൊലേറ്റർ വെച്ചിട്ട് RCCB ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം MCB ഇൻസ്റ്റാൾ ചെയ്യുക. MCBക്ക് ശേഷം മാത്രം ലോഡിലേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഒരു കണക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ RCCBയുടെ ഒരു ഇൻറ്റേർണൽ ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇതാണ് RCCBയുടെ ഇൻപുട്ട് വരുന്നത്, ലൈനും ന്യൂട്രും. ഇതിങ്ങനെ പോയിട്ട് ഇത് അകത്തുള്ളൊരു ട്രാൻസ്ഫോമറാണ്. ഓക്കെ, ലൈനിൻ്റെ അവിടെ പ്രൈമറി കോയിൽ വരും, എന്നിട്ട് അത് ലോഡിലേക്ക് പോകും. നിങ്ങളുടെ ലൈറ്റ് ഇതാണ് ഇവിടെ RCCBയുടെ ഔട്ട് വരികയാണ്. ലൈറ്റ് ലോഡിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന ന്യൂട്രൽ സെക്കൻഡറി കോയിലുണ്ട് ട്രാൻസ്ഫോമറിന്, സെക്കൻഡറി കോയിൽ വഴി തിരിച്ച് ന്യൂട്രലായിട്ട് പോവും. ഓക്കെ, അപ്പോൾ നോർമലി എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ പോയിട്ട് പ്രൈമറി കോയിൽ വഴി ലോഡിൽ പോയിട്ട് തിരിച്ച് ന്യൂട്രൽ വഴി തിരിച്ച് റിട്ടേൺ പോകും. അപ്പോൾ ഈ രണ്ട് കോയിലും, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നിങ്ങൾക്ക് ഒരു ഫ്ലക്സ് ജനറേറ്റ് ആവും. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയത് കാരണം അത് ക്യാൻസൽ ആവും. അത് കാരണം റിലേ ആക്ടിവേറ്റഡ് ആവില്ല, നോർമലായിട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ പ്രശ്നം വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ഇതിൽ കൂടി പോയിട്ട് പ്രൈമറി കോയിലിൽ പോയിട്ട് ലോഡ് വഴി, അപ്പോൾ ലോഡിന് കറണ്ട് ലീക്കേജ് വരും, എർത്ത് ലീക്കേജ് വരും. അപ്പോഴത്തേക്കും നമ്മുടെ എർത്തിലേക്ക് വോൾട്ടേജ് പോകും, വോൾട്ടേജ് അല്ല കറണ്ട് പോകും. കറണ്ട് പോകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ന്യൂട്രൽ കൂടി കറണ്ട് ഫ്ലോ വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് സൈഡിലുള്ള ഫ്ലക്സ് ഇംബാലൻസ് ആവും. അങ്ങനെ ഇംബാലൻസ് ആകുമ്പോഴത്തേക്കും ഒരു ഡിഫറൻഷ്യൽ കറണ്ട് അല്ലെങ്കിൽ റെസിഡുവൽ കറണ്ട് ഈ തേർഡ് കോയിലിൽ കൂടി അത് ഫ്ലോ ചെയ്യും. അത് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എത്രയാണ് നിങ്ങളുടെ RCCBയുടെ റേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിഡുവൽ കറണ്ടിൻ്റെ റേറ്റിംഗ് എത്തുമ്പോഴത്തേക്കും ഈ റിലേ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവും. ഓക്കെ, നമ്മുടെ ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു 30 mA ആണ് റേറ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ 30 mA വരെ റെസിഡുവൽ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായി റിലേ ആക്ടിവേറ്റ് ചെയ്തിട്ട് ട്രിപ്പ് ആവും. ഓക്കെ, ഇതിനകത്ത് ഇനി ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ടെസ്റ്റ് ബട്ടൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ടെസ്റ്റ് ബട്ടൺ വരുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോഡിലേക്ക് ഒരു റെസിസ്റ്റൻസ് വഴി ലോഡിലേക്ക് കൊടുത്തേക്കാണ്, ന്യൂട്രൽ ഡയറക്റ്റ് ഇൻപുട്ടിൽ നിന്ന് എടുത്തേക്കാണ്. ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഒരു ഇംബാലൻസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഒരു രണ്ടും കൂടി ബാലൻസ് ആവില്ല. അപ്പോഴത്തേക്ക് ആ ഫ്ലക്സ് വരുമ്പോഴത്തേക്കും നമുക്ക് റെസിഡുവൽ കറണ്ട് നേരത്തെ പോലെ ഫ്ലോ ചെയ്യും. 30 mA റെസിഡുവൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും റിലേ വെച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ട് ട്രിപ്പ് ആവും. ഇതാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ബട്ടൺ എവറി 30 days അടിച്ച് നോക്കണം എന്ന് പറയണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ RCCBയുടെ ഒരു ഇൻറ്റേർണൽ വർക്കിംഗ് വരുന്നത്. ഞാൻ ഈ ഡയഗ്രാം വെച്ചിട്ട് ഒന്നും കൂടി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് നമ്മുടെ DB ബോക്സ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ മീറ്ററിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ സപ്ലൈ ആണ്. ലൈൻ ന്യൂട്രൽ വരും, ഐസൊലേറ്റർ RCCBയിൽ നിന്ന് MCB മാത്രം ലൈൻ MCB ത്രൂ നമ്മുടെ സോക്കറ്റ് അല്ലെങ്കിൽ ലോഡിലേക്ക് വരും. സമയം RCCBയിൽ നിന്ന് ന്യൂട്രൽ, ഇവിടെ ഒരു ബാർ ഉണ്ടോ, അതിനകത്തേക്ക് എല്ലാം ന്യൂട്രലും കൂടി ഷോർട്ട് ആയിരിക്കും. അവിടെ നിന്ന് ഡയറക്റ്റ് ന്യൂട്രൽ ലോഡിലേക്ക് പോകും. ഇനി എർത്തിൻ്റെ വയറിങ് വരുന്ന എന്ന് പറഞ്ഞ എർത്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈൻ ന്യൂട്രൽ എർത്ത് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ സോക്കറ്റിലേക്ക് പോകണമെങ്കിൽ സോക്കറ്റിൽ നിന്ന് എർത്ത് ജസ്റ്റ് ഇവിടെ ഒരു ബേയിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് എർത്ത് ഷോർട്ട് ചെയ്യും എല്ലാ എർത്തും കൂടി. നമ്മൾ വേറെ വീട്ടിൽ എർത്ത് അടിക്കേണ്ടി വരും. RCCBയിൽ 2 കണക്ഷൻസേ ഉണ്ടാവുള്ളൂ, L-ഉം N-ഉം 2 പോൾ. 4 പോൾ അതായത് 3 ഫേസ് ആകുമ്പോഴത്തേക്കും 3 ഫേസും ഒരു ന്യൂട്രലും, അപ്പോൾ 4 പോൾ വരും. ഓക്കെ, ഇതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCCBയിൽ നിന്ന് പോകുന്ന ലൈൻ ഓക്കെ എക്സ് ആണ്. സപ്പോസ് എക്സ് ലൈൻ ആണെങ്കിൽ, എക്സ് ആണ് നമ്മുടെ കറണ്ട് പോകണമെങ്കിൽ ഈ എക്സ് തന്നെ നമുക്ക് ഡിവൈസിൽ കൂടി പോയിട്ട് ന്യൂട്രൽ ത്രൂ റിട്ടേൺ വരണം RCCBയിലേക്ക്. ഈ L-ഉം N-ഉം എക്സ് ആണെങ്കിൽ ഇത് ട്രിപ്പ് ആവില്ല, നോർമലായിട്ട് കണ്ടീഷനിൽ വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഡിഫറൻസ് വരുവാണ്. എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ എക്സ് ആയിട്ട് പോവുകയാണ്, ന്യൂട്രൽ വാല്യൂ Y ആണ് വരുന്നതെങ്കിൽ റെസിഡുവൽ കറണ്ട് ജനറേറ്റ് ആവും. റെസിഡുവൽ കറണ്ട് നമ്മുടെ ട്രിപ്പിംഗ് കപ്പാസിറ്റിയിലേക്ക് വരുവാണെങ്കിൽ RCCB ട്രിപ്പ് ആവും. ഇതിനകത്ത് റെസിഡുവൽ കറണ്ട് 30 mA വരെ സപ്പോർട്ട് ചെയ്യും. 30 mA എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഈ റെസിഡുവൽ കറണ്ട് ഈ എക്സും വൈയുടെ ഡിഫറൻസ് വരുന്ന 30 mA വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ പോകുന്നു, ന്യൂട്രലും പോകുന്നു, എല്ലാം സോക്കറ്റിലേക്ക് കണക്റ്റഡ് ആണ്. സോക്കറ്റിലേക്ക് ഈ ഡിവൈസ് കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രിഡ്ജ് ആവാം, വാഷിംഗ് മെഷീൻ ആവാം, ഏതെങ്കിലും അതൊരു ഡിവൈസ് ആവാം. ഇതിനകത്തേക്ക് നമുക്ക് ഇൻസുലേഷനൊക്കെ പോയിട്ട് എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ നമ്മുടെ മെറ്റൽ പാർട്സിൽ ടച്ച് ആവുകയാണ്.
ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ പാർട്സിലൊക്കെ നമുക്ക് ഷോക്കുണ്ട്, ലൈനുണ്ട്, ആക്റ്റീവാണ്. നമ്മൾ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലൈൻ നമ്മൾ ത്രൂ ബൈപ്പാസ് ചെയ്ത് എർത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഷോക്ക് അടിച്ചു എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂട്രൽ കറണ്ടിൽ വേരിയേഷൻ വരും. കാരണം നമ്മൾ ത്രൂ നമുക്ക് ഷോക്ക് അടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഫ്യൂ മില്ലി സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഈ RCCB 30 മില്ലി ആംബിയറിൻ്റെ റെസിഡുവൽ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവും. അപ്പോൾ നമുക്ക് ഷോക്ക് ക്യാൻസൽഡ് ആവും, നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ RCCB വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഡിവൈസ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ സോക്കറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, സോക്കറ്റിനകത്ത് നിന്ന് അടിച്ചു, അല്ലെങ്കിൽ ലൈൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എന്തെങ്കിലും ഇൻസുലേഷൻ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് RCCB ട്രിപ്പ് ആവും. ഈ റെസിഡുവൽ കറണ്ട് അതിൻ്റെ റേറ്റിംഗ് വരുമ്പോഴത്തേക്കും, ഇതിപ്പോൾ 30 മില്ലി ആംബിയർ ആണ്, അതിൻ്റെ റേറ്റിംഗ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവും. ഓക്കെ, എന്തുകൊണ്ട് 30 മില്ലി ആംബിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻസിന് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം ലിമിറ്റാണ് 30 മില്ലി ആംബിയർ. അതിനുശേഷം ഷോക്ക് അടിക്കുകയാണെങ്കിൽ ഫെറ്റലാവും, നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് വരും. ഓക്കെ, ഇവൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് 30 മില്ലി ആംബിയറിനെ പോകും. 30 മില്ലി ആംബിയർ വരെ നമുക്ക് ഒരു മാക്സിമം ലിമിറ്റാണ്. ഓക്കെ, ഹ്യൂമൻസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോഴത്തേക്കും നമ്മുടെ ട്രിപ്പ് ആവും. ശരി, 10 ആംബിയർ 20 മില്ലി ആംബിയർ 10 മില്ലി ആംബിയറും 20 മില്ലി ആംബിയറൊക്കെ ചെറിയ ഷോക്കാണ് വരുന്നത്. 30 മില്ലി ആംബിയറിന് അത്യാവശ്യം കൂടുതൽ ഷോക്കാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ മിനിമം 30 മില്ലി ആംബിയർ വയ്ക്കുക. നമുക്ക് RCCB എങ്ങനെ ട്രിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പിന്നിപ്പോൾ RCCBയുടെ വയറിങ് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പുറത്തുനിന്ന് വരുന്ന, അതായത് ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന ലൈൻ, ഇതിപ്പോൾ 2 പോളാണ്, സിംഗിൾ ഫേസിൻ്റെയാണ്. അപ്പോൾ ഒരു ഫേസ് ഒരു ന്യൂട്രലും കാണും. ഇതാണ് ഫേസ് വയർ വരുന്നത്, റെഡ്. ന്യൂട്രൽ വയർ ബ്ലാക്ക്. ഇവിടെ N എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കണം. N എന്നുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. N എന്നുള്ള മാർക്കിംഗ് ഉള്ളടുത്ത് നമ്മൾ ന്യൂട്രൽ കൊടുക്കുക, മറ്റേ അടുത്ത് നമ്മൾ ഫേസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്, ഫേസാണ്. ഓക്കെ, ഇതിപ്പോൾ ഓഫാണ്, ഇവിടെ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ടോപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ MCB വഴി മാത്രമേ ലോഡിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ വീട്ടിൽ വയറിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫേസിനകത്തേക്ക് കൊടുത്തേക്കാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് ന്യൂട്രൽ ലോഡിലേക്ക് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഒരു ബൾബാണ് ഇപ്പോൾ ലോഡായിട്ട് വച്ചേക്കുന്നത്. പിന്നെ അകത്ത് സപ്ലൈ ഉണ്ട്, ഞാനത് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് കത്തും. ഇനി നമുക്ക് ടെസ്റ്റ് ബട്ടൺ അടിക്കണം. ടെസ്റ്റ് ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നമ്മുടെ ഫിഗറിന്ന് പറഞ്ഞു തന്നു, അതിൻ്റെ അകത്ത് തന്നെ ഒരു റെസിഡുവൽ കറണ്ട് 30 മില്ലി ആംസിനെ ക്രിയേറ്റ് ചെയ്യും. അത് കാരണം അത് ട്രിപ്പാവും. കണ്ടോ, ട്രിപ്പായി. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യം കൂടി നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതിപ്പോൾ ഓണാണ്. ഓക്കെ, ഞാനിപ്പോൾ ന്യൂട്രൽ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് പോർഷനിൽ നിന്ന്, റൈറ്റ് പോർഷനിൽ നിന്ന് ഔട്ട്പുട്ടിൻ്റെ ന്യൂട്രൽ ഓൺ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫേസിൽ വർക്കിംഗ് ഉണ്ട്, ലൈവായിട്ട് കറണ്ട് ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ന്യൂട്രൽ ഇതിൻ്റെ ഇൻപുട്ട് ന്യൂട്രലിലേക്ക് ഷോർട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോളൂ, കണ്ടോ, ട്രിപ്പായി. അപ്പോൾ എന്താ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരത്തെ പോലെ തന്നെ റെസിഡുവൽ കറണ്ടാണ്. അതായത് നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് പോകുന്ന ഫേസ് വഴി പോകുന്ന കറണ്ട് ഈക്വൽ എമൗണ്ട് തിരിച്ച് നമുക്ക് ന്യൂട്രൽ റിട്ടേൺ വരണം. ഇല്ലെങ്കിൽ അത് ലീക്കേജ് ഉണ്ട്, റെസിഡുവൽ കറണ്ടായിട്ട് മാറും. 30 മില്ലി ആംബിയർ റെസിഡുവൽ കറണ്ട് റേറ്റിംഗ് ഉള്ള RCCB ആകുമ്പോഴത്തേക്കും ആ എമൗണ്ട് എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവും. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനകത്ത് കൂടി പോകുന്ന കറണ്ട് ഈ ന്യൂട്രൽ കൂടി റിട്ടേൺ ആണ് വരേണ്ടത്. ആ റിട്ടേൺ ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നതിന് വരെ ഇൻപുട്ട് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ലോഡ് കറണ്ട് ഇംബാലൻസ് ആയി, അങ്ങനെ ട്രിപ്പായി. സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഷോക്ക് അടിച്ചാലുള്ള സിറ്റുവേഷൻ. ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫേസ് ത്രൂ പോകുന്ന ഡയറക്റ്റ് നിങ്ങൾ ത്രൂ എർത്തിലേക്ക് പോകും. അപ്പോൾ ലീക്കേജ് കറണ്ട് വരും, റെസിഡുവൽ കറണ്ട് വരും. 30 മില്ലി ആംസ് വരെ എത്തുമ്പോഴത്തേക്കും ഇത് കട്ട് ഓഫ് ആവും. RCCB കട്ട് ഓഫ് ആവുന്നത് കാരണം നിങ്ങൾക്ക് ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏൽക്കില്ല, നിങ്ങൾ സേഫ് ആവും. ഇതാണ് ഒരു RCCBയുടെ ഫങ്ഷൻ. എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ എവറി മന്ത് ടെസ്റ്റ് ബട്ടൺ അടിച്ചിട്ട് ഇതിൻ്റെ റിലയബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ RCCB കുറിച്ചെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. ഇപ്പം നിങ്ങൾ RCCB മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 30 മില്ലി ആംബർ എങ്കിലും
ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ റെസിഡുവൽ കറണ്ട് ഉള്ള RCCB മേടിക്കുക. സിംഗിൾ ഫേസ് ആണെങ്കിൽ ജനറലി 40 ആംസും 30 മില്ലി ആംസും ഈ 40 ആംബിയർ എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ 3 ഫേസ് ആകുമ്പോഴത്തേക്കും 63 ആംസും 30 മില്ലി ആംബിയറും. ഓക്കെ, അതേപോലെ മേടിക്കുമ്പോൾ എപ്പോഴും റെപ്യൂട്ടഡ് ബ്രാൻഡ്സിനെ മേടിക്കുക. L&T, ലെഗ്രാൻഡ്, ഹാവൽസിൻ്റെ ഒക്കെ മേടിക്കുക. ഓക്കെ, അത് കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും കമ്പയർ ടു വേറെ അതർ പ്രൊഡക്ട്സ് ഒക്കെ. ഓക്കെ, അതേപോലെ എവറി മന്ത് നിങ്ങൾ ടെസ്റ്റ് ബട്ടൺ അടിച്ച് അത് ചെക്ക് ചെയ്യുക, വർക്കിംഗ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.